നമസ്കാരം. ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി. ജൂലൈ 3 സെൻറ് തോമസ് ദിനം അവധി ദിനമാക്കുക, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടുക, സീറോ മലബാർ സമുദായത്തിന് മൈക്രോ മൈനോരിറ്റി പദവി നൽകുക, EWSലെ അപാകത പരിഹരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഗ്ലോബൽ ഡയറക്ടർ റവറന്റ് ഫാദർ ഫിലിപ്പ് കവീൽ ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇനി മുതൽ ഈ സമുദായം ഒറ്റക്കെട്ടായി കത്തോലിക്ക കോൺഗ്രസിന്റെ ബാനറിൽ അണിനിരത്തി എന്നതിന് യാതൊരു സംശയവും വേണ്ട. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലേക്ക് നിങ്ങളെന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മതി. ഞങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഈ നാടിന്റെ വിധിയെ മാറ്റിമറിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളുടെ ആളുകളെ കാണിച്ചു കൊടുത്തു. ഇത് എല്ലാ മുന്നണികൾക്കുള്ളൊരു മുന്നറിയിപ്പാണ്. ഞാൻ തലശ്ശേരിയിൽ വെച്ച് ഒരു പൊതുസമ്മേളനത്തിൽ ഇലക്ഷന് മുമ്പ് പറഞ്ഞു, കത്തോലിക്ക കോൺഗ്രസ് നിർത്തിയാൽ ചില മണ്ഡലങ്ങളിൽ ഒരാളെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്നായിരിക്കാം. പക്ഷേ ഈ കേരളത്തിലെ കത്തോലിക്ക കോൺഗ്രസിന് ഇന്ന് ആർജിച്ചെടുത്തിരിക്കുന്ന ശക്തി അനുസരിച്ച് ഏത് മണ്ഡലത്തിലും ഏത് സ്ഥാനാർത്ഥിയെയും ഞങ്ങൾ വിചാരിച്ചാൽ തോൽപ്പിക്കുവാൻ സാധിക്കും. ഇതൊരു മുന്നണിപ്പായിട്ട് ലഭിക്കണം. ഇവിടെയുള്ള ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ആ പാർട്ടിയിലെ ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രിയോട് ഉപദേശിച്ചതായിട്ട് കേട്ടു. നിങ്ങൾ മെത്രാന്മാരെയും നേതാക്കന്മാരെയും അവഗണിച്ചാൽ മതി എന്ന്. കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വെറും നിസാര ആളുകൾ. അതുകൊണ്ട് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം ജൂലൈ 3 മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് പരിപാലനമായ ഈ സെന്റ് തോമസ് ദിനം പൊതു അവധിയായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിക്കണം. 2, ക്രൈസ്തവ സമൂഹങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഗണിക്കുവാൻ വേണ്ടി ഈ ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന JB കോശി കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തണം. പ്രിയപ്പെട്ടവരെ, ആ നിർദ്ദേശം നടപ്പിൽ വരുത്തുന്നതിന് മുമ്പ് ഈ കമ്മീഷൻ ഈ നാട്ടില് ഈ ഗവൺമെന്റിന് സമർപ്പിച്ച നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് ആ റിപ്പോർട്ട് പൂർണ്ണമായ തലത്തില് പുറത്തുവിടണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുകയാണുള്ളത്. അഭിപ്രായവും റിപ്പോർട്ട് പൊതു അവധിയായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിക്കണം. 2, JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടണം. ആ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപടിയാക്കണം. 3, മാർത്തോമാ ക്രിസ്ത്യാനികളെ മൈക്രോ മൈനോറിറ്റി എന്ന പദവി നൽകി അവരുടെ ഉന്നമനത്തിനായി ഗവൺമെന്റ് പ്രഖ്യാപിക്കണം. ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ പടിഞ്ഞാറ വീട്ടിൽ അധ്യക്ഷനായി. കേരള രാഷ്ട്രീയത്തിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായി ഒരു രാഷ്ട്രീയ കക്ഷിയും കാണേണ്ടതില്ല. മറിച്ച് സഹായിക്കുന്നവരെ തിരിച്ചു സഹായിക്കുന്ന പ്രവണത കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും, സമുദായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക് നടുവിലേഴം സ്വാഗതം പറഞ്ഞു. ന്യൂനപക്ഷ അവകാശങ്ങൾ എവിടെയൊക്കെ ദർശിക്കുന്നുണ്ട് അത് കൃത്യമായി നൽകുവാൻ, കൃത്യമായത് ഈ സഭാസമൂഹത്തിലും സമുദായത്തിലും ലഭ്യമാകുന്നുണ്ട്. സത്യത നടപടികൾ പ്രകടനം ഭരിക്കുന്ന ഭരണാധികാരികൾ മുൻകൈ എടുത്ത് ചെല്ലണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെന്റെ റവറന്റ് ഫാദർ ജെയിംസ് കൊക്കവൈലിൽ മുഖ്യപ്രഭാഷണവും അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല ആമുഖ പ്രഭാഷണവും നടത്തി. നിങ്ങളുടെ വിഷയത്തിൽ ജൂലൈ 3 വളരെ സവിശേഷമായി ആചരിക്കേണ്ട ദിവസത്തെ അവധി ദിവസമായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാനിത് വാക്കുകൾ ഉപയോഗിക്കുന്നു. ധർണയ്ക്ക് ഐക്യദാർഢ്യ സന്ദേശവുമായി MLA-മാരായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, മോൻസ് ജോസഫ്, സജീബ് ജോസഫ്, ഡോക്ടർ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, റോജി M. ജോൺ, ഡോക്ടർ ചാണ്ടി ഉമ്മൻ എന്നിവർ സംസാരിച്ചു. ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് രാജേഷ് ജോൺ, യുവയൂത്തി ഡയറക്ടർ ഫാദർ ജോബിൻ ആനക്കല്ലുങ്കൽ, യുവയൂത്തി പ്രസിഡന്റ് ജോയൽ ജോൺ റോയ്, റോസ്ലിൻ കുരുവിള, ജോർജ് കുട്ടി മുക്കത്ത്, ജിനോ ജോസഫ് എന്നിവർ പങ്കെടുത്തു.